ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓണം എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇംഗ്ലീഷ് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയ സിലബസ് ഒക്കെ ആണല്ലേ? അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊന്ന് നോക്കാം. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ. എല്ലാ പ്രാവശ്യത്തെയും പോലെ റീഡിംഗ് കോംപ്രഹെൻഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഒരു പോം തരും, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒക്കെ തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് മൈ ന്യൂ പെറ്റ് എന്ന് പറഞ്ഞിട്ട് പെറ്റിനെ കുറിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. മൈ ഡാഡ് ബോട്ട് മീ എ ന്യൂ പെറ്റ്. എൻ്റെ അച്ഛൻ എനിക്കൊരു പുതിയ പെറ്റിനെ വാങ്ങിച്ചു തന്നു. ഹീ ഈസ് എ ക്യൂട്ട് ലിറ്റിൽ ഡോഗ്. അതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ നായക്കുട്ടിയായിരുന്നു. ഹീ ഈസ് സ്ലീപ്പി. അവൻ എപ്പോഴും ഉറങ്ങുമായിരുന്നു. ആൻഡ് ഹീ ഈസ് ലിറ്റിൽ നൗ. അവൻ ഇപ്പോൾ ചെറുതായിട്ടുണ്ട്. മൈ ഡാഡ് ആൻഡ് മോം ഹെൽപ്പ് മീ ടു കീപ് ദ ഡോഗ് ക്ലീൻ. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആ ഡോഗിനെ ക്ലീൻ ആയിട്ട് വെക്കാൻ. വി ഹാവ് എ ഡോഗ് ഹൗസ് വെർ ഹീ സ്റ്റേസ്. അവന് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡോഗ് ഹൗസും ഉണ്ട്. ഐ പ്ലേ വിത്ത് ഹിം ഇൻ ദ ഈവനിങ് വെൻ ഐ കം ഹോം ഫ്രം സ്കൂൾ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അവനുമായിട്ട് കളിക്കാറുണ്ട്. ഹീ ഈസ് ഗ്രോവിങ് ക്വിക്ക്ലി. അവൻ പെട്ടെന്നാണ് വളരുന്നത്. ഐ ലവ് മൈ ന്യൂ പെറ്റ്. എനിക്ക് എൻ്റെ പുതിയ പെറ്റിനെ ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മൈ ന്യൂ പെറ്റ്? ആരാണ് അവളുടെ ന്യൂ പെറ്റ്? അപ്പോൾ ആൻസർ ഞാനത് അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. എ ലിറ്റിൽ ഡോഗ്. ഒരു ലിറ്റിൽ ഡോഗാണല്ലേ അവളുടെ ന്യൂ പെറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഈസ് ഹീ സ്ലീപ്പി? എന്തുകൊണ്ടാണ് അവൻ ഉറങ്ങുന്നത്? ബിക്കോസ് ഹീ ഈസ് ലിറ്റിൽ വൺ. കാരണം അവൻ ചെറുതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഹെൽപ്സ് മീ ടു കീപ് ദ ഡോഗ് ക്ലീൻ? ആരൊക്കെയാണ് അവളെ ഡോഗിനെ ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യാറ്? അപ്പോൾ ആരൊക്കെയാണ്? മൈ ഡാഡ് ആൻഡ് മോം. നാലാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡസ് മൈ പെറ്റ് സ്റ്റേ? എവിടെയാണ് അവളുടെ പെറ്റ് സ്റ്റേ ചെയ്യുന്നത്? അപ്പോൾ എവിടെയാണ്? ഡോഗ് ഹൗസ്. ഡോഗ് ഹൗസിലാണല്ലേ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഐ പ്ലേ വിത്ത് മൈ പെറ്റ് ഇൻ ദ ഈവനിങ്. ഈസ് ഇറ്റ് ട്രൂ? അവളുടെ വൈകുന്നേര സമയങ്ങളിൽ നായക്കുട്ടിയായിട്ട് കളിക്കാറുണ്ട്. അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ട്രൂ. എന്താണ്? അത് ശരിയാണല്ലേ. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ. അപ്പോൾ ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. ശശ റിട്ടേൺഡ് ഹോം ആഫ്റ്റർ സ്കൂൾ. സ്കൂൾ കഴിഞ്ഞ് ശശ വീട്ടിലേക്ക് വന്നു. ഷീ സെയ്ഡ് അബൌട്ട് ദ ഗേൾ ടു ഹെർ മദർ. അവൾ ആ ഗേളിനെ കുറിച്ചിട്ട് അവളുടെ അമ്മയോട് പറഞ്ഞു. ഏത് ഗേളാണെന്ന് നമുക്കറിയാലോ, നമുക്ക് ആ പാഠം വായിച്ചതാണ് നമ്മളല്ലേ. റൈറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ മദർ. അപ്പം നമ്മളോട് അവളും അവളുടെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ആദ്യം മദർ എന്താണ് പറയുക? ഹായ് ഡിയർ, ഹൗ വാസ് യുവർ ഡേ? അവളെ വിഷ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അമ്മ. അപ്പോൾ സഷ, മോം, അവർ വേ ഹോം വി സോ എ ഗേൾ. നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു അമ്മ. അപ്പോൾ മദർ പറയാണ്, എ ഗേൾ, ഹൂ ഈസ് ഷീ? വേർ ഡിഡ് യു സീ ഹെർ? അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, ഒരു പെൺകുട്ടിയോ? ആരാണ് അവൾ? നീ എവിടെ വെച്ചാണ് അവളെ കണ്ടതെന്ന് ചോദിക്കുകയാണ് അവളുടെ അമ്മ. അപ്പോൾ ശശ പറയാണ്, നവീൻ ആൻഡ് ഐ സോ ഹെർ ബിഹൈൻഡ് ദ ബുഷസ്. ഷീ വാസ് ഈസ് ക്രാഡ്ലിംഗ്. അപ്പോൾ ഞാനും നവീനും അവളെ ബുഷിൻ്റെ ബാക്കിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ അവൾ ഒരു തൊട്ടിയിലായിരുന്നു. ക്രാഡ്ലിംഗ് മീൻസ് തൊട്ടിലാണ് കേട്ടോ. അപ്പോൾ ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് അസ്. അപ്പോൾ എന്താണ് പറയുന്നത്? അവളുടെ ലിറ്റിൽ ബ്രദർ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച, ഞങ്ങളെ ടീച്ചർ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു പാട്ട് അവളുടെ ലിറ്റിൽ ബ്രദർ അവൾക്ക് വേണ്ടി പാടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം മദർ ചോദിക്കുകയാണ്, ഹൗ ഡിഡ് ഷീ ലേൺ ദാറ്റ് സോങ്? എങ്ങനെയാണ് അവൾ ആ സോങ് പഠിച്ചത്? ഈസ് ഷീ ഫ്രം യുവർ സ്കൂൾ? അവൾ നിൻ്റെ സ്കൂളിൽ നിന്നാണോ, അല്ലെങ്കിൽ അവൾ നിൻ്റെ സ്കൂളിലാണോ പഠിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശശ പറയാണ്, നോ മോം, അല്ല. ബട്ട് യെസ്റ്റർഡേ ഐ സോ ഹെർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് അവർ ക്ലാസ്. ഇന്നലെ ഞാൻ അവളെ കണ്ടിരുന്നു എൻ്റെ ക്ലാസ്സിൻ്റെ ഡോറിൻ്റെ അവിടെ നിൽക്കുന്നത്. ഷീ ഈസ് എ പുവർ ഗേൾ. അവളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്ന് പറയുകയാണ് ശശ. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കുകയാണ്, ഹോ ഐ സീ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ടു യുവർ സ്കൂൾ. ഞാൻ വിചാരിക്കുന്നു അവൾക്ക് നിൻ്റെ സ്കൂളിൽ വരാനാണ് ആഗ്രഹമെന്ന്. സഷ, ഐ ഓൾസോ തിങ്ക് സോ. ഞാനും അതുപോലെ തന്നെയാണ് ചിന്തിച്ചത്. ഷീ ഈസ് എ ബ്രില്യൻറ്റ് ഗേൾ. അവളൊരു ബ്രില്യൻ്റ് ആയ പെൺകുട്ടിയാണ്.
അപ്പം മദർ പറയാണ് ആസ്ക് ഹെർ ടു കം ടു അവർ ഹോം വൺ ഡേ. നീ അവളോട് നമ്മളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരാൻ പറയൂ എന്ന് പറയാണ് അമ്മ. അപ്പോൾ ഈ സ്റ്റോറി നമുക്കറിയാം അല്ലേ, പിന്നീട് എന്താ ഉണ്ടാവുന്നത് എന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ആക്ടിവിറ്റി 3. സഷ ബ്രോട്ട് ഉണ്ണിയപ്പം ഫ്രം ഹെർ ഹോം. ഷീ ഈസ് സോ ഹാപ്പി ടു ഡിസ്ട്രിബ്യൂട്ട് ഇൻ ദ ക്ലാസ്. ഡിസ്ക്രൈബ് ദാറ്റ് സിറ്റുവേഷൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ സഷ അവളുടെ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പം കൊണ്ടുവരികയും അവൾക്ക് സന്തോഷത്തോടു കൂടി അവളത് അവളുടെ ക്ലാസ്സിൽ കൊടുക്കുകയും ചെയ്തു, ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തു. ആ സന്ദർഭം നമ്മളോടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ സഷ ഈസ് ഡിസ്ട്രിബ്യൂട്ടിങ് ദ ഉണ്ണിയപ്പം ടു ഹെർ ഫ്രണ്ട്സ്. സഷ അവളുടെ ഉണ്ണിയപ്പം അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കുകയാണ്. സഷാസ് ഫ്രണ്ട്സ് ആർ റഷിങ് ടു സഷ ടു ഗെറ്റ് ഉണ്ണിയപ്പം. അവളുടെ ഫ്രണ്ട്സ് സഷയോട് റഷിങ് ചെയ്യാണ് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട്. ഹെർ ഫ്രണ്ട്സ് ആർ ഈറ്റിംഗ് ഉണ്ണിയപ്പം. അവളുടെ ഫ്രണ്ട്സ് ഉണ്ണിയപ്പം തിന്നുകയാണ്. സം സ്റ്റുഡൻസ് ആർ സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് റീഡിംഗ് ബുക്സ്. കുറച്ച് കുട്ടികൾ അവളുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ബുക്സ് വായിക്കുന്നുണ്ട്. സം സ്റ്റുഡൻസ് ആർ ബിസി വിത്ത് ഡാൻസിങ്, റൈറ്റിംഗ് നോട്ട്സ് ആൻഡ് ആർ ലോഫിംഗ് വിത്ത് ദ ഫ്രണ്ട്സ്. ചില കുട്ടികൾ എഴുതുന്നതിലും അതേപോലെ ഡാൻസ് കളിക്കുന്നതിലും അതുപോലെ അടുത്തുള്ള കുട്ടികളുമായി സംസാരിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുകയായിരിക്കും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും സഷ അവളുടെ ക്ലാസ്സിൽ ഉണ്ണിയപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ദിവസം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 4 കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് വേർഡ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ദം ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതിനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസുമായി ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വേർഡ്സ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. ക്യാരറ്റ്, ക്യൂക്കംബർ, ഗ്രേപ്സ്, ആപ്പിൾ, ടൊമാറ്റോ, പപ്പായ, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ചെറി, കിവി, ബ്ലൂബെറി ആൻഡ് പൈനാപ്പിൾ. ഇത്രയും വേർഡ്സ്, ഇത്രയും ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മളോട് വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ ആ ബോക്സിലും അതേപോലെ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചെങ്കിൽ ഈ ബോക്സിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതൊക്കെ കണ്ടപ്പോൾ ഏത് ബോക്സിലാണ് വരുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ബോക്സിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത്? ക്യാരറ്റ്, ക്യൂക്കംബർ, ടൊമാറ്റോ, സ്പിനാച്ച് ആൻഡ് ലേഡീസ് ഫിംഗർ. അപ്പോൾ ഇത്രയാണ് വെജിറ്റബിൾസ് ഉള്ളത്. അടുത്തത് ഫ്രൂട്ട്സിൻ്റെ ബോക്സിൽ ഗ്രേപ്സ്, ആപ്പിൾ, കിവി, ചെറി, ബ്ലൂബെറി, പൈനാപ്പിൾ ആൻഡ് പപ്പായ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രൂട്ട്സിൻ്റെ ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്തത് ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ്. നമ്മളോട് കുറച്ചും കൂടി ലൈൻസ് ആഡ് ചെയ്യാനാണ് ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത്. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചീസ് അസ് ആൻഡ് ത്രിൽസ്. അപ്പോൾ ഇത് വാട്ടറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലൈൻസ് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 4 ലൈൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ കൂൾ, ഫ്ലോസ് ഡൗൺ ഫ്രം മൗണ്ടെയിൻ, ചീഴ്സ് അസ് ആൻഡ് ത്രിൽസ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളോട് ലൈൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റിയാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ ഈ കൂട്ടുകാരെല്ലാവരും ഇത് നന്നായി ശ്രദ്ധിക്കുക. ഇതുപോലെയായിരിക്കും നമുക്ക് ഓണം എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. 5 ആക്ടിവിറ്റി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.